ഇച്ഛായ. ചുവരിലേക്ക് നോക്കി ശ്രീ പതിയെ അവനോട് ചേർന്ന് നിന്ന് ഒരു ഇടർച്ചയോടെ വിളിച്ചു. എനിക്കറിയാം എൻ്റെ കൊച്ചിന് ഒരുപാട് സംശയങ്ങളുണ്ട് എന്ന്. എല്ലാം ഞാൻ പറയാം. ഡെറിക്ക് ജീവിതം തന്നെ നീയായി മാറിയ കഥ, എൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രണയം, അതാണ് ശ്രീപാർവണ എന്ന എൻ്റെ മാത്രം പാറു. ഡെറി ശ്രീയെ കൊണ്ട് അവിടെ സെറ്റ് ചെയ്ത ബെഡിൽ പോയി ഹെഡ് റെസ്റ്റിലേക്ക് ചാരി അവളെയും നെഞ്ചോട് ചേർത്തിരുന്നു. പതിയെ അവൻ പറഞ്ഞു തുടങ്ങി ഈ കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ പ്രാണനായി മാറിയ കഥ. ഒരു ബിസിനസ് ഡീലിൻ്റെ കാര്യത്തിന് പോകുമ്പോഴാണ് ഞാൻ നിന്നെ ആദ്യമായി കാണുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഹൈവേയിലുള്ള ബ്ലോക്കിൽ പെട്ടത്. പെട്ടെന്ന് ഓഫീസിലെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ബ്ലോക്കിലും കൂടെ പെട്ടത്. സൂര്യയായിട്ട് വേണ്ട കാര്യങ്ങൾ ഫോണിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കണ്ണ് ഒരു കുഞ്ഞിപ്പെണ്ണിലെത്തിയത്. റോഡിൻ്റെ ഒരു വശത്തോടെ നീയും ദേവും കൂടെ നടന്നു വരുന്നു. എന്തോ കാര്യമായ സംസാരത്തിലാണ്. എൻ്റെ കണ്ണ് ആദ്യം പതിച്ചത് നിന്റെ ചിരിയിലായിരുന്നു. പെട്ടെന്ന് തന്നെ നിന്റെ ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ഗാർഡ്സിന് അയച്ചു കൊടുത്തു. അന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ പോലും എൻ്റെ മനസ്സ് മുഴുവൻ നിന്നെ ചുറ്റിപ്പറ്റിയായിരുന്നു. നിന്നെക്കുറിച്ചറിയാതെ ഒരു സമാധാനവും എനിക്കില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ ഞാൻ മീറ്റിംഗ് അവസാനിപ്പിച്ചു. ഓഫീസിൽ എല്ലാ കാര്യവും സൂര്യയെ ഏൽപ്പിച്ച് മാൻഷനിൽ പോയി. മാൻഷനിലെത്തിയപ്പോഴേക്കും എൻ്റെ ചിന്ത നിന്നിൽ മാത്രമായിരുന്നു. ഞാൻ തന്നെ അതിശയിച്ചു പോയി. നീ എന്നിൽ അത്രമാത്രം സ്വാധീനിച്ചോ എന്ന് പോലും. അപ്പോഴേക്കും നിന്റെ ഫുൾ ഡീറ്റെയിൽസായി സ്റ്റീഫൻ റൂമിലേക്ക് വന്നു. ഡെറി ആ ദിവസത്തെ ഓർമ്മയിലേക്ക് പോയി. സാർ. ബാൽക്കണിയിൽ ഇരുട്ടിലേക്ക് നോക്കി എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഡെറിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സ്റ്റീഫൻ വിളിച്ചു. ഇതാ സാർ, സാറ് പറഞ്ഞ ഫയല്. അത്രയും പറഞ്ഞ് ഒരു ഫയൽ ഡെറിയുടെ കയ്യിൽ ഏൽപ്പിച്ചു സ്റ്റീഫൻ പോയി. അപ്പോഴേക്കും സൂര്യ അകത്തേക്ക് വന്നു. ഡെറിയെയും ഡെറിയുടെ കയ്യിലിരിക്കുന്ന ഫയലിനെയും അവനൊരു സംശയത്തോടെ നോക്കി. പക്ഷേ ഡെറി അതൊന്നും ശ്രദ്ധിക്കാതെ ആ ഫയൽ തുറന്നു നോക്കി. അതിലെ ഓരോ കാര്യം കാണുമ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ വിടർന്നു. ശ്രീപാർവണ നന്ദൻ, ഡോട്ടർ ഓഫ് നന്ദൻ മേനോൻ ആൻഡ് യമുന നന്ദൻ, MBBS സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റ്, DK കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ്, മുംബൈ. ശ്രീപാർവണ, എൻ്റെ മാത്രം പാറു. ഇനി നിനക്ക് എന്നിൽ നിന്നൊരു മോചനമുണ്ടാകില്ല. ഈ ചെകുത്താന് വേണ്ടി മാത്രം പിറവിയെടുത്തവളാണ് നീ. അത്രയും മനസ്സിൽ മൊഴിയുമ്പോൾ അവൻ്റെ ചുടിയിൽ അത്രയും മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഡെറിയിൽ വിരിഞ്ഞ പുഞ്ചിരി അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു സൂര്യ. എന്താണ് മോനെ പതിവില്ലാതെ ഒരു ചിരിയൊക്കെ? വല്ല നിധിയും കിട്ടിയോ? കിട്ടി. എനിക്കായി മാത്രം ഒരു നിധി എനിക്കിന്ന് കിട്ടി. ഇനി ആർക്കും ഞാനത് വിട്ടുകൊടുക്കില്ല. അത്രയും പറഞ്ഞ് ഒരു ചിരിയോടെ സൂര്യയുടെ കവിളിലൊന്ന് പിച്ചിയിട്ട് അകത്തേക്ക് പോയി. അപ്പോഴും കിളിപോയ പോലെ നിൽക്കുകയാണ് സൂര്യ. പിന്നെ അങ്ങോട്ട് നിന്റെ പുറകെ എൻ്റെ ആളുകളുണ്ടായിരുന്നു, ഒരു നിഴൽ പോലെ. നീ എവിടെ പോയാലും അവരെന്നെ എല്ലാം അറിയിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ ഫോട്ടോസ് എല്ലാം എനിക്ക് കിട്ടുന്നതും. ഞാൻ പോലും അറിയാതെ നീ എൻ്റെ ലോകമായി മാറുകയാണ് ചെയ്തത്. പലപ്പോഴും നിന്റെ മുന്നിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒന്ന് എന്നെ അതിൽ നിന്ന് തടഞ്ഞു. എന്നാലും ഞാൻ നിന്നെ കാണാമറയത്ത് വന്ന് ഒരു നോക്ക് കണ്ടു പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് നീ സ്നേഹാലയത്തിലെത്തിയത്. ആ ദിവസവും ഞാനും അവിടെ ഉണ്ടായിരുന്നു. നിന്റെ ഓരോ പ്രവൃത്തിയും ഞാൻ നോക്കിക്കണ്ടു. സാധാരണ ഞാൻ സ്നേഹാലയത്തിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കാറാണ് പതിവ്. അധികം അങ്ങോട്ട് ഞാൻ വരാറില്ലായിരുന്നു. പക്ഷേ അന്നെന്തോ അങ്ങോട്ട് പോകാൻ മനസ്സ് പറഞ്ഞു. അവിടെ വന്ന് കുട്ടികൾക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് മദറിൻ്റെ കൂടെ ഓഫീസിൽ പോയി സംസാരിച്ച് തിരിച്ചു വരുമ്പോഴാണ് നിന്നെ കണ്ടത്. കുട്ടികളോട് എന്തോ കളിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന നിന്നെ ഞാൻ നോക്കി നിന്നു. അപ്പോഴത്തെ നിന്റെ ഓരോ കളിയും ഞാൻ അത്രയേറെ പ്രണയത്തോടെ നോക്കി നിന്നു. എൻ്റെ നോട്ടം കണ്ട് മദർ നിന്നെക്കുറിച്ച് വാതോരാതെ എന്നോട് പറഞ്ഞു തന്നു. കുട്ടികളുടെ പ്രിയപ്പെട്ട ശ്രീചേച്ചിയെക്കുറിച്ച്. അവിടെ ഒത്തിരി നേരം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഓഫീസിൽ നിന്നൊരു കോൾ വന്നതുകൊണ്ട് എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു. പിന്നെ നീ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ വിചാരിച്ചു നിന്നിൽ നിന്ന് ഇനി മറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന്. അതാണ് നിന്റെ മുന്നിൽ ഞാൻ അന്ന് നേരിട്ടെത്തിയത്. ശ്രീ പെട്ടെന്ന് ആ ദിവസത്തെ ഓർമ്മയിലേക്ക് പോയി. ഒരു ദിവസം തനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് റൗണ്ട്സ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ക്യാബിനിലേക്ക് വരുമ്പോഴാണ് ആരോ തന്നെ സ്റ്റോർ റൂമിലേക്ക് വലിച്ചു കയറ്റിയത്.
ആ ഏരിയയിൽ അധികം ആരുമില്ലായിരുന്നു. സ്റ്റോറും വാതിൽ അടയുന്ന ശബ്ദമൊക്കെ കേട്ടു. പക്ഷേ ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും കാണാനും കഴിയുന്നില്ലായിരുന്നു. ഒച്ച വെക്കാൻ പോയപ്പോഴേക്കും തൻ്റെ വാ ആരോ മൂടി. അതോടൊപ്പം അവളെ തേടി അവൻ്റെ ശബ്ദമെത്തി. പാറു. ഒരു ഇടിമുഴക്കം പോലെ ആ ശബ്ദം അവളുടെ കാതുകളിൽ വന്നെത്തി. അപ്പോഴേക്കും ഇരുട്ട് നിറഞ്ഞ ആ സ്റ്റോർ റൂമിൽ മുഴുവൻ വെളിച്ചം വന്നെത്തി. അവൾ തലയുയർത്തി നോക്കിയപ്പോൾ ആദ്യം കണ്ടത് കാപ്പിമിഴികളാണ്. അവളൊരു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എവിടെയോ കണ്ടു മറന്ന മുഖം. പക്ഷേ എവിടെയാണെന്ന് മാത്രം ഓർക്കുന്നില്ല. അവളുടെ മുഖത്തെ സംശയം കണ്ടതും ഡെറി പറഞ്ഞു തുടങ്ങി. നിനക്ക് ഒരുപാട് സംശയമുണ്ടെന്നറിയാം. അതെല്ലാം ഞാൻ ഒരു ദിവസം നിനക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഒന്നോർത്തു, നീ എനിക്കായി പിറവിയെടുത്തവളാണ്. ഇനി നിനക്ക് എന്നിൽ നിന്നൊരു മോചനവും ഉണ്ടാകില്ല. അത്രയും പറഞ്ഞ് ഡെറി അവളുടെ മൂർത്താവിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളെയൊന്ന് നോക്കി പുറത്തേക്ക് പോയി. എന്നാൽ ഇപ്പോഴും എന്താ നടന്നത് എന്നറിയാതെ ഒരു പകപ്പിൽ നിൽക്കുകയായിരുന്നു ശ്രീ. പിന്നെയും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചായൻ തന്നെ കാണാൻ വരുമായിരുന്നു. അപ്പോഴൊന്നും തനിക്ക് എന്ത് വികാരമാണ് അയാളോടെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഡെറിയെക്കുറിച്ച് കൂടുതൽ അറിയും തോറും ഒരുതരം ആരാധന അവനോട് അവൾക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. അത് അന്നായിരുന്നു തൻ്റെ മുന്നിലിട്ട് ഒരാളെ കൊന്ന ദിവസം. തനിക്ക് പ്രണയമാണ് ഡെറിക്കെന്ന ചെകുത്താനോട് എന്ന് തോന്നിത്തുടങ്ങിയത് അവൻ തന്നെ കാണാൻ വരാതെ ഇരുന്നപ്പോഴാണ്. ഒരു ബിസിനസ് ആവശ്യത്തിനായി ലണ്ടൻ പോയ അന്ന്. 2 വർഷം ഡെറിക്ക് തനിക്ക് ആരാ എന്ന് തെളിയിച്ചു തന്നു. അവനെ കാണാതെ കഴിഞ്ഞുകൂട്ടിയ ദിവസങ്ങൾ. പിന്നെ സൂര്യേട്ടൻ ഹോസ്പിറ്റലായ അന്നാണ് 2 വർഷത്തിന് ശേഷം കാണുന്നത്. കണ്ടപ്പോൾ പരിഭവമായിരുന്നു. അന്ന് പോയതിൽ പിന്നെ തന്നെയൊന്ന് വിളിക്കാത്തതിന്. പക്ഷേ താൻ പറയാതെ തന്നെ തൻ്റെ ഉള്ളിലെ സ്നേഹം മനസ്സിലാക്കി തന്നെ ചേർത്ത് പിടിച്ചു. ആ വിരഹവേദന പോലും തന്നിൽ നിന്ന് അകറ്റി. അതെ, ഡെറിക്കെന്ന ചെകുത്താൻ്റെ ഭ്രാന്തമായ പ്രണയമാണ് ശ്രീപാർവണ എന്ന അവൻ്റെ മാത്രം പാറു. അവൻ്റെ വന്യമായ പ്രണയം അവൾക്ക് മാത്രമേ താങ്ങാനാവൂ. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് 2 പേരും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോഴും 2 പേരുടെ ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടുന്നുണ്ടായിരുന്നു.